ഹൈ വ്യൂസ്, ഗ്ലാഡീസ് വേൾഡ് എന്ന എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വ്യൂവേഴ്സിന് എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. എന്നുവെച്ചാൽ 1-2 വീഡിയോസ് ചെയ്തപ്പോൾ തന്നെ ചെറിയ രീതിയിൽ എനിക്ക് 100K വ്യൂവേഴ്സ്, അതിൽ പിന്നെ വീഡിയോ കണ്ട 800 മേൽപ്പിലോട്ട് വ്യൂവേഴ്സ് ഉണ്ട്. പിന്നെ ഒരു വീഡിയോയ്ക്ക് 350 മേളിൽ വ്യൂവേഴ്സൊക്കെ ആയി അങ്ങനെ വരുന്നു. അതിനെല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്, പാട്ട് പാടുന്നത് ഇഷ്ടമാണ്, അത് കണക്ക് ഹോബീസിൽ കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ഈ കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, അതെന്തെങ്കിലും അറിയാമോ അല്ലെങ്കിൽ കറികളായിട്ടമോ എന്തെങ്കിലും ചെയ്യാൻ അറിയാമോ എന്നുകൂടി വ്യൂവേഴ്സിന് മനസ്സിലാകണ്ടേ. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് കുക്കിംഗാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ലിപ് ലോക്ക് ചെയ്യാനോ ഒന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നല്ല. പക്ഷെ അതെങ്ങനെയോ ഏത് നിമിഷത്തിലും അത് സംഭവിച്ചതാണ്. ഞാൻ ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ട് ചിരിച്ച സമയങ്ങളുണ്ട്. കാരണം ഇത് എന്നെ കൊണ്ട് തന്നെയാണോ ചെയ്തതെന്ന് പറ്റിയതെന്നൊക്കെ ഓർത്ത്. പക്ഷേ എന്നിരുന്നാലും ഞാനതൊരു കണ്ടൻറ്റായിട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് വീഡിയോ, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. കാരണം ഇതിപ്പം ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഉണക്ക കൊഞ്ച് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതിൻ്റെ ചമ്മന്തി പൊടിയാണ്. സാധാരണ മുൻകാലങ്ങളിൽ എൻ്റെ അമ്മമാരാണെങ്കിലോ പൂർവികരോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൊഞ്ച് വറുത്തിട്ട് തേങ്ങ അരച്ച് എടുത്ത് ചമ്മന്തിയാക്കുന്ന പ്രവൃത്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ച് പാക്കറ്റിൽ നമ്മൾ കടകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞാൻ മുൻപൊരിക്കൽ ഇങ്ങനെ ചെയ്ത് നോക്കിയതായിരുന്നു, ഇത് ചെയ്താൽ ശരിയാകുമോ എന്ന്. അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു. അങ്ങനെ അത് ശരിയായി, ഇഷ്ടപ്പെട്ടു. കഴിച്ചവർക്ക് വീട്ടിലായിരുന്നു ചെയ്ത. അപ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് മറ്റൊരു സാഹചര്യത്തിൽ ഒന്നുകൂടി ചെയ്യേണ്ടി വന്നപ്പോൾ അവിടെ നിന്നുള്ള അഭിപ്രായം അനുസരിച്ച് കൊള്ളാം, മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കുക്കിംഗ് കണ്ടൻറ്റായിട്ട് എടുത്തിട്ട് മീൻകറി ചെയ്യാറുണ്ട്. അതും ഇനി അത് പോകെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തൊക്കെ ഐറ്റംസാണ് അതിന് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. എന്നിരുന്നാലും ഞാൻ ചെയ്തിരുന്നുള്ളവരായിരിക്കും. ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. എന്നിട്ട് ഞാനിത് ചെയ്തതിന് ശേഷം അത് ഒരുപാട് ഇത്തിരി കൂടെ സമയമെടുക്കും. ഞാനിപ്പോൾ പകുതിയോളം കാര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുക. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരികയും കൂടി ചെയ്യാം. അപ്പോൾ ഐറ്റംസ് കാണിക്കാം, ഞാൻ ഏതൊക്കെയാണെന്ന് വേണ്ടതെന്നുള്ളത്. ഇത് കൊഞ്ച് വറുത്ത് വെച്ചിരിക്കുകയാണ്. ഉണക്കക്കൊഞ്ച് വറുത്ത് വെച്ചിരിക്കുകയാണ്. അത് വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി വറുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ തേങ്ങ വറുക്കണം. വറുക്കാനുള്ളതാണ് തേങ്ങ. പിന്നീട് വരുന്ന ഐറ്റമാണ് കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇത് ഇത്രയും വറുക്കാനുള്ളതാണ്. ഇത് ഒരു മൂത്ത് വറുത്ത് വരുന്ന, അത് വറുത്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിക്കാം. പിന്നീട് ചേർക്കേണ്ടത് ഉപ്പ്. ചമ്മന്തിക്ക് ഉപ്പ് വേണമല്ലോ. ഉപ്പ്, വെളിച്ചെണ്ണ അത് മൂത്ത് വരുമ്പോഴത്തേന് ചേർക്കാനുള്ളത്. പിന്നീട് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാം, പുളിയാണ്. പിഴിപ്പുളി, കറിക്ക് ചേർക്കുന്ന പിഴിപ്പുളി. അത് ഈ ചമ്മന്തിയിൽ ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ വറുത്ത് പൊടിക്കുന്ന വീഡിയോ, ഇതിപ്പോൾ 4 മിനിറ്റായി. ഇന്ന് വറുത്ത് പൊടിക്കുന്ന വീഡിയോ വറുത്ത് കഴിഞ്ഞ് അത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്, ബാക്കിയെല്ലാം ചെയ്തതിന് ശേഷം. ഓക്കെ.